നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാണിയമ്പുഴ മാതൃകാ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജോലി സമയത്ത് മദ്യപിച്ച് സഹപ്രവർത്തകരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചെന്ന പരാതിയിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ 2 പേരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. വനത്തിനുള്ളിൽ മഴക്കുഴി നിർമ്മാണം നടക്കുന്നതിനിടയിലാണ് കടന്നൽ ആക്രമണം ഉണ്ടായത്. എടക്കോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ഓടായിക്കൽ സ്വദേശി അസ്മാബിയുടെ കുടുംബത്തിന് വനംവകുപ്പിന്റെ ആശ്വാസ ധനസഹായം കൈമാറി. പുസ്തക പഠനത്തിനപ്പുറം ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന അറിവ് കുട്ടികളിലേക്ക് എത്തിച്ചുകൊണ്ട് നിലമ്പൂർ ബഡ് സ്കൂളിൽ മാതൃകാപരമായ പ്രഥമ ശുശ്രൂഷ പരിശീലനം സംഘടിപ്പിച്ചു. അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ഏലക്കല്ല് SC നഗറിന്റെ സമഗ്ര വികസനത്തിന് തുടക്കമായി. ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയിൽ ഡിവിഷൻ മെമ്പർ റഹ്യാനത്ത് കുറുമാടൻ 15 ലക്ഷം രൂപ വകയിരുത്തിയാണ് ആദ്യഘട്ട പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. വാർത്തകൾ വിശദമായി. വാണിയമ്പുഴ മാതൃകാ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജോലി സമയത്ത് മദ്യപിച്ച് സഹപ്രവർത്തകരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചെന്ന പരാതിയിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ 2 പേരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ T അജികുമാറിനെ, അഡീഷണൽ PCC FJ ജസ്റ്റിൻ മോഹൻ, BFO ടിജോ ജോസഫിനെ, നോർത്ത് DFO P ധനേഷ് കുമാർ എന്നിവരാണ് സസ്പെൻഡ് ചെയ്തത്. 4 രാവിലെ 8:30 സംഭവം. നിലമ്പൂർ റേഞ്ച് ഓഫീസറുടെ ചുമതലയുള്ള P വിമലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അജികുമാർ ജീവനക്കാരെ ആക്രമിക്കുകയും ടിജോ അതിന് ഒത്താശ നൽകിയതായി സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. ഇരുവരും സ്റ്റേഷന് സമീപത്തെ ഗോത്രവർഗ ഉന്നതികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് കണ്ടെത്തിയതായി ഉത്തരവിലുണ്ട്. അക്രമത്തെ തുടർന്ന് DFOയുടെ നിർദ്ദേശപ്രകാരം റേഞ്ച് ഓഫീസർ സ്റ്റേഷനിലെത്തി അജികുമാർ, ടിജോ എന്നിവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈദ്യപരിശോധനയ്ക്ക് വിസമ്മതിച്ചു. മദ്യലഹരിയിലായതിനാലാണ് പരിശോധനയ്ക്ക് വിസമ്മതിച്ചതെന്ന് റേഞ്ച് ഓഫീസർ DFOയ്ക്ക് നൽകിയ റിപ്പോർട്ടിലുണ്ട്. അക്രമത്തിൽ പരിക്കേറ്റ DFO KV സന്തോഷ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. സന്തോഷ് പോത്തുകൽ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. വനത്തിനുള്ളിൽ മഴക്കുഴി നിർമ്മാണം നടക്കുന്നതിനിടയിലാണ് കടന്നൽ ആക്രമണം ഉണ്ടായത്. ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏകദേശം ഒരു 2 മണിയോടുകൂടി നമ്മുടെ ഫോറസ്റ്റിൽ, കോരങ്കോട് ഫോറസ്റ്റിൽ വെച്ചിട്ട് അവർക്ക് അവിടെ മഴക്കുഴി കുത്തുന്ന പണിയായിരുന്നു. അപ്പോൾ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പാനിക്കരടുന്നലിൻ്റെ കൂട് അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി പക്ഷികൾ എന്തെങ്കിലും പറക്കുമ്പോൾ അങ്ങനെ റാഞ്ചി കൊണ്ടുവന്ന് ഇട്ടതാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. കടന്നൽ 3 പേരെ കടന്നൽ കുത്തി തലയ്ക്കാണ് അവർക്ക് കുത്തേറ്റ് അവർ വീണു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി, തൊഴിലാളികളെല്ലാവരും കൂടി അവരെ കൊണ്ടുവന്ന് ഞങ്ങളങ്ങനെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി. അവിടുന്ന് പ്രാഥമിക ചികിത്സകളൊക്കെ കൊടുത്തതിന് ശേഷം അവർ നിലമ്പൂരിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ നിലമ്പൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടുന്ന് ഡോക്ടർമാർ നോക്കിയിട്ടുണ്ട്. ഇനി അവരൊരു മണിക്കൂറും കൂടെ ഒന്ന് കിടക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 തൊഴിലാളികൾക്കാണ് സംഭവിച്ചത്. ചാലിയാർ പഞ്ചായത്തിലെ പൊക്കോട് സ്വദേശി തേക്കിൻകാട്ടിൽ സിന്ധു, കളത്തിങ്ങൽ തൊടി സുബൈദ, പുക്കുഴി സൈനബ എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. തലയ്ക്കും പുറത്തുമാണ് കുത്തേറ്റത്. ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടക്കോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് 2020 ഏപ്രിൽ മാസം കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ഓടായിക്കൽ സ്വദേശി അസ്മാബിയുടെ കുടുംബത്തിന് വനംവകുപ്പിന്റെ ആശ്വാസ ധനസഹായം കൈമാറി. എടക്കോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ 30 വർഷത്തോളം ദിവസവേതന വാച്ചറായിരുന്ന കുഞ്ഞാലൻകുട്ടിയുടെ ഭാര്യയാണ് മരണപ്പെട്ട അസ്മാബി. 5 വർഷമായി സാങ്കേതിക കാരണങ്ങളാൽ തടസ്സപ്പെട്ടിരുന്ന ആശ്വാസ ധനസഹായം എടക്കോട് ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫിന്റെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്ന് ഈസ്റ്റേൺ സർക്കിൾ CCF, നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, നോർത്ത് ഡിവിഷൻ ACF എന്നിവർ പ്രത്യേക താൽപര്യമെടുത്താണ് ധനസഹായം ലഭ്യമാക്കിയത്. എടക്കോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ വെച്ച് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ ധനേഷ് കുമാർ IFS മരണപ്പെട്ട അസ്മാബിയുടെ ഭർത്താവ് കുഞ്ഞാലൻകുട്ടിക്ക് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി.
പുസ്തക പഠനത്തിനപ്പുറം ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന അറിവ് കുട്ടികളിലേക്ക് എത്തിച്ചുകൊണ്ട് നിലമ്പൂർ ബഡ് സ്കൂളിൽ മാതൃകാപരമായ പ്രഥമ ശുശ്രൂഷ പരിശീലനം സംഘടിപ്പിച്ചു. നിലമ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ പ്രശാന്ത് പരിശീലനത്തിന് നേതൃത്വം നൽകി. സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ അതിജീവനം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഹസ്തം പരിപാടിയിൽ വിദ്യാർത്ഥികൾ അടിയന്തര ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട ജീവൻ രക്ഷാ നടപടികൾ പ്രായോഗികമായി അഭ്യസിച്ചു. അപകട സാഹചര്യങ്ങളിൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ രീതികൾ ഓരോന്നും നേരിട്ട് കാട്ടിക്കൊടുത്ത ശേഷം വിദ്യാർത്ഥികളെ കൊണ്ട് പരിശീലിപ്പിച്ചതാണ് പരിപാടിയുടെ പ്രത്യേകത. കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ആശയവിനിമയ രീതികളും പ്രദർശനങ്ങളും ഉൾപ്പെടുത്തിയുള്ള പരിശീലനം ഏറെ ശ്രദ്ധ നേടി. ഫയർ ആൻഡ് റെസ്ക്യൂ സേനാംഗങ്ങളായ മഹേഷ്, വിനോദ് ജോസഫ്, അധ്യാപകൻ അബ്ദുൾ റഹീം എന്നിവർ പരിശീലനത്തിന് പിന്തുണ നൽകി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് NC സുഹറ ബേബി അധ്യക്ഷത വഹിച്ചു. CEO VK അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അനേഷ് വർഗീസ് ആശംസകൾ നേർന്നു. സാമൂഹ്യശാസ്ത്ര ക്ലബ് കൺവീനർ CP സൈനുൽ ആബിദിൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സെറീന AK നന്ദിയും പറഞ്ഞു. അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ഏലക്കല്ല് SC നഗറിന്റെ സമഗ്ര വികസനത്തിന് തുടക്കമായി. ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയിൽ ഡിവിഷൻ മെമ്പർ റൈഹാനത്ത് കൂറുമാടൻ 15 ലക്ഷം രൂപ വകയിരുത്തിയാണ് ആദ്യഘട്ട പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി വീടുകളും ഭൂമിയും സംരക്ഷിക്കുന്നതിനായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനാണ് പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏലക്കല്ല് നഗറിലെ ജനങ്ങൾക്ക് നൽകിയ വികസന വാഗ്ദാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതെന്ന് UDF ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി പറഞ്ഞു. ഈ ഉന്നതിയിൽ 15 ലക്ഷം രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഇതിന് മുന്നേ ഇവർക്ക് ലൈറ്റിന്റെ ഒരു പ്രയാസം പറഞ്ഞപ്പോൾ നമ്മുടെ ജില്ലാ മെമ്പറുടെ ഭാഗം ഒരു ലൈറ്റ് വെച്ചപ്പോൾ 2 മാസമായി അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. SC വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇടപെട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഇവിടെ മാത്രമല്ല, പിന്നെ ചുള്ളോട് നമ്മളൊരു ജില്ലാ പഞ്ചായത്തിന്റെ സൈഡ് പ്രൊട്ടക്ഷൻ, അതായത് നമ്മുടെ വീടുകൾക്കുള്ള സൈഡ് പ്രൊട്ടക്ഷനാണ് ഈ പ്രാവശ്യം 15 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കാൻ പോകുന്നത്. ഓരോ വീടിന്റെയും സൈഡ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ തുക ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രവൃത്തി എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും കോളനിക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നും ഞങ്ങൾ എല്ലാ സഹായ സഹകരണങ്ങളോടും ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്നും അറിയിക്കുകയാണ്. സ്ഥലം സന്ദർശനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കേമ്പിൽ രവി, വാർഡംഗം സബുന ബാബു, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആര്യ, ഓവർസിയർ അബൂബക്കർ സിദ്ദിഖ്, UDF നേതാക്കളായ കുണ്ടിൽ മജീദ്, അസീസ് K ബാബു, ഫവാസ് ചുള്ളിയോട്, KT അബ്ദുറഹ്മാൻ, അസൈനാർ മൂത്താലി, നൌഷാദ്, ഹുസൻകുട്ടി എന്നിവർ സംബന്ധിച്ചു. ജില്ലയിലെ അനധികൃത ചെങ്കൽ കരിങ്കൽ ക്വാറികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. മലപ്പുറം വേങ്ങര റോഡിൽ പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിലാണ് ജിയോളജി, പഞ്ചായത്ത്, പോലീസ്, റവന്യൂ, ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നത്. ജില്ലയിലെ അനധികൃത ചെങ്കൽ കരിങ്കൽ ക്വാറികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാൻ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. മലപ്പുറം വേങ്ങര റോഡിൽ പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിലാണ് ജിയോളജി, പഞ്ചായത്ത്, പോലീസ്, റവന്യൂ, ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നത്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾ കണ്ടെത്തുന്നതിനും അനുമതിയില്ലാതെ മണ്ണെടുക്കുന്നത് തടയുവാനും കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഇല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനും ജിയോളജി, പോലീസ്, റവന്യൂ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തും. അനധികൃത ക്വാറികളുടെ പ്രവർത്തനം തടയുന്നതിന് പോലീസ്, റവന്യൂ, പഞ്ചായത്ത് വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കും. ക്വാറി ഉൽപ്പന്നങ്ങളുമായി പോകുന്ന ടിപ്പർ ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പരിശോധിക്കും. സംസ്ഥാന ദേശീയ പാതകളുടെ വശങ്ങളിലെ കയ്യേറ്റം കണ്ടെത്തി ഒഴിപ്പിക്കും. യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, ADM ഇൻചാർജ് അൻവർ സാദത്ത്, സബ് കളക്ടർമാരായ ദിലീപ് K കൈനിക്കര, സാക്ഷി മോഹൻ, ജില്ലാ ജിയോളജിസ്റ്റ് റീന നാരായണൻ, മറ്റ് വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ, വിവിധ താലൂക്ക് തഹസിൽദാർമാർ, പോലീസ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ OJ സെബാസ്റ്റ്യൻ അനുസ്മരണവും സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. നിലമ്പൂർ കനോലി ഏക്കോ ടൂറിസം ഹാളിൽ നടന്ന പരിപാടി ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഞാനിപ്പോഴും ഓർക്കുന്നത് 1984 OJ സെബാസ്റ്റ്യന്റെ ആ മരണം
അന്ന് കാട് സംരക്ഷിക്കാൻ വേണ്ടി ആ കാലങ്ങളിൽ നിങ്ങൾ നടത്തുന്ന അതിസാഹസികമായ പരിശ്രമങ്ങൾ, അതിനെ ജീവൻ കൊടുത്തും എൻ്റെ കാട് സംരക്ഷിക്കും എന്ന് നിങ്ങൾ എടുത്ത തീരുമാനം, അതിൻ്റെ രക്തസാക്ഷിയാണ് ശ്രീ. മാത്രമല്ല, ഞാനിവിടെ ചോദിച്ചപ്പോൾ 2009 സുധീർ ആന ചവിട്ടിക്കുന്നു, 969 കൃഷ്ണൻകുട്ടി നായർ, അങ്ങനെ നിരവധിയായ അനുഭവങ്ങൾ നിലമ്പൂരിലുണ്ട്. നിങ്ങളൊക്കെ ജീവൻ കൊടുത്തും നിങ്ങൾ സംരക്ഷിച്ച ഈ വനത്തിനകത്ത് ഇന്ന് നമുക്ക് അല്പം അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്നത്, ഇന്ന് ആ കാട്ടിൽ നിന്നുള്ള കളവ് നമുക്കത് നിർത്തലാക്കാൻ സാധിച്ചു എന്നത് നിങ്ങൾ ജീവൻ കൊടുത്താണെങ്കിലും നിങ്ങളുടെ നേട്ടമാണ്. ജില്ലാ പ്രസിഡന്റ് AK രമേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ K മനോജ് കുമാർ രക്തസാക്ഷി അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് KS സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. DFOമാരായ P ധനേഷ് കുമാർ, IFS G ധനിക് ലാൽ, KFPSA സംസ്ഥാന ഭാരവാഹികളായ R ദിനേശ്, M ശ്രീനിവാസൻ, PM ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ചടങ്ങിൽ നടത്തി. നാഷണൽ ട്രസ്റ്റ് ലോക്കൽ ലെവൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിയമപരമായ ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റുകളുടെ വിതരണം മലപ്പുറം സിവിൽ സ്റ്റേഷൻ പ്ലാനിംഗ് ഹാളിൽ നടന്നു. ജില്ലാ കലക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ഗുണഭോക്താക്കൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ജബ്ബാർ ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വികസന കമ്മീഷണർ ദിലീപ് K കൈനിക്കര അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റെയ്ഹാനത്ത്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ, LLC കൺവീനർ TM താലിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. LLC അംഗം അബ്ദുൽ നാസർ K സ്വാഗതവും കോർഡിനേറ്റർ ഷാഹിന നന്ദിയും പറഞ്ഞു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, പ്രൊജക്ട് കോർഡിനേറ്റർ റഹീസ്, ജില്ലാ കളക്ടർ, ഇന്റേൺസ്, ഗുണഭോക്താക്കൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.